Dear students, welcome to the second class of General Engineering Standard 9. In the previous class, we had discussed about the evolution of engineering. In that class, how engineering evolved, we had a discussion in detailed way. Today, we will going to study about what is science, what is engineering, what is technology. After that, we will try to discuss about the classification of evolution of engineering. പ്രിയപ്പെട്ട കുട്ടികളെ, ജനറൽ എഞ്ചിനീയറിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഞ്ചിനീയറിംഗ് പരിണാമത്തെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് എന്താണ് ശാസ്ത്രം, എന്താണ് എഞ്ചിനീയറിംഗ്, എന്താണ് സാങ്കേതികവിദ്യ എന്നും ഈ ചാപ്റ്ററിൽ നിന്ന് ഉൾപ്പെട്ട ക്ലാസിഫിക്കേഷൻ ഓഫ് എവല്യൂഷൻ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന ഒരു ടോപ്പിക്കും കൂടി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ വാട്ട് ഈസ് സയൻസ്? Science is the understanding and continuous exploration of natural world, or we can say the systematic study of structure and behavior of natural world through observation and experiment. Very important thing, through observation and experiment. Need to observe and need to take or conduct an experiment. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയുള്ള ഒരു പഠനമാണിത്. ഭൗതിക ലോകത്തെ അതിൻ്റെ ഘടനയും അതിൻ്റെ സ്വഭാവവും പരീക്ഷണ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് സയൻസ് എന്ന് പറയുന്നത്. സയൻസ് ഈസ് ദ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കണ്ടിന്യൂസ് എക്സ്പ്ലോറേഷൻ ഓഫ് നാച്ചുറൽ വേൾഡ്. ഈ ഭൗതിക ലോകത്തെ നമ്മൾ തുടർച്ചയായി പര്യവേഷണത്തിലൂടെ മനസ്സിലാക്കുക, അതിനെ നമുക്ക് സയൻസ് എന്ന് പറയും. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വെള്ളം തിളയ്ക്കുന്നു. വെള്ളം തിളയ്ക്കുമ്പോൾ സ്റ്റീം ഉണ്ടായി. നമ്മൾ കഴിഞ്ഞ എവല്യൂഷനിലെല്ലാം പഠിച്ചിട്ടുള്ള കാര്യം സ്റ്റീം എഞ്ചിൻ. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നു, അത് കാണുന്ന ഒരാൾക്ക് ഈ അടപ്പ് പൊങ്ങി കളിക്കുന്നു. അപ്പോൾ ആ സ്റ്റീമിന് ഒരു ഊർജമുണ്ട്, സ്റ്റീമിനൊരു പവറുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് സയൻസ്. ഇതിനെ സ്റ്റീമിനകത്ത് വെള്ളത്തിന് ചൂടാക്കി തിളച്ച് കഴിഞ്ഞ് സ്റ്റീമായി കഴിഞ്ഞാൽ അതിനൊരു ഊർജമുണ്ട് എന്നുള്ള ഒരു അറിവ് നമ്മൾ മനസ്സിലാക്കുന്നതാണ് സയൻസ് എന്ന് പറയുന്നത്. ഇതിൽ സയൻസ് എന്ന് പറയുന്നത് അതിന് ഊർജമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ തുടർച്ചയായിട്ടുള്ള പര്യവേഷണത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്ന അറിവുകൾ. അപ്പോൾ അറിവുകൾ നമുക്ക് പലതരത്തിലും പല രീതിയിലുള്ള പല പുസ്തകങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതെല്ലാം സയൻസ് ആയിക്കോണമെന്നില്ല. സയൻസിന് ഒരു പരീക്ഷണം വേണം, ഒരു നിരീക്ഷണം വേണം. അതിന് നമ്മൾ കണ്ടെത്തുന്ന റിസൾട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റണം. എങ്ങനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാലും തുടർച്ചയായ ചെയ്യപ്പെടലുകളിലൂടെ അതിന് ഒരു എക്സിസ്റ്റൻസ് കിട്ടണം. അതിന് നമ്മൾ പ്രത്യേക എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും പ്രസ്താവനകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ പറഞ്ഞത് കൊണ്ട് മാത്രം നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. സയൻസിന് നമ്മളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ സയൻസിലൂടെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കൊറോണ വെയിൽ കൊണ്ടാൽ ചത്തുപോകും, അല്ലെങ്കിൽ ചൂടായാൽ ചത്തുപോകും, ഇത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചത്തുപോകും. അതേപോലെ ചിലപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ഒരു മരുന്നിൽ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മാറിക്കിട്ടും. അതിനൊന്നും ഒരു സയൻറ്റിഫിക്കായിട്ട് എവിഡൻസ് ഒന്നുമില്ല. അതൊരു പ്രസ്താവന മാത്രമാണ്. ആ ഹൈപ്പോത്തിസിസ് നമ്മൾ പരീക്ഷണം നടത്തി, അത് തുടർച്ചയായി നമ്മൾ പരീക്ഷണ നിരീക്ഷണമൊക്കെ നടത്തി അതൊരു പ്രൂവ് ചെയ്യുമ്പോഴാണ് അത് ഒരു സയൻറ്റിഫിക് നോളജായിട്ട് മാറുന്നത്. അപ്പം ഇതാണ് സയൻസ്. സാധാരണ ഒരു പ്രസ്താവനയും സയൻസിലുള്ള ഒരു അറിവും തമ്മിലുള്ള വ്യത്യാസം.
ഒരു പ്രസ്താവനയല്ല, ഒരു ഹൈപ്പോത്തസിസ് ആർക്കും പറയാം, ഇങ്ങനെ ആയാൽ ഇന്ന് സംഭവിക്കും. അതൊരു ഹൈപ്പോത്തസിസ് മാത്രമാണ്. അതെന്തായിട്ടില്ല, അതൊരു ശാസ്ത്രീയ അറിവിലേക്ക് എത്തിയിട്ടില്ല. ശാസ്ത്രീയ അറിവിലേക്ക് എത്തണമെങ്കിൽ അത് തുടർച്ചയായി അത് നിരീക്ഷണങ്ങൾ നടത്തി അത് പ്രൂവ് ചെയ്യണം, അത് റിസൾട്ട് കിട്ടണം. ആ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾ കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ 100 കൊറോണ രോഗികളെ അയാൾക്ക് കൊടുക്കുന്നു, 10 രോഗികളെ ഇയാൾ ഈ മരുന്ന് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നു, അല്ലെ 10 ദിവസം അയാൾ കുളിപ്പിക്കുന്നു, 10 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ ഈ മരുന്ന് കൊണ്ട് ഇത് മാറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 ദിവസം അയാൾക്ക് 100 രോഗികൾ 10 രോഗികൾ അവർ കുളിപ്പിക്കുന്നു, 10 രോഗികൾ 90 രോഗികൾ അവരൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ 10 ദിവസം കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ഈ 10 ആൾക്ക് മാറിയിട്ടുണ്ടെങ്കിൽ എന്തായി, ഈ മരുന്നിന് എന്തോ ഇഫക്റ്റ് ഉണ്ട് എന്ന് പറയാം. 100 ആൾക്കാരും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ മരുന്ന് ഫെയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു പരീക്ഷണം നടത്തി അതിന് റിസൾട്ട് കിട്ടുന്ന ഒരു രീതിക്ക് മാത്രമാണ് നമുക്ക് ഒരു സയൻറ്റിഫിക് നോളജ്, ശാസ്ത്രീയ അറിവ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഉദാഹരണവും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് ടെക്നോളജി എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ടെക്നോളജി ഈസ് അപ്ലൈയിങ് ടു ദ ഔട്ട്കം ഓഫ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ടു ഇന്നോവേറ്റ് ആൻഡ് ഇംപ്രൂവ് മാൻ മെയ്ഡ് തിങ്സ് ഇൻ ദ വേൾഡ്. ഇപ്പോൾ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള പല കാര്യങ്ങളിലും അതിനെ ഇന്നോവേറ്റ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടി നമ്മൾ ഈ സയൻറ്റിഫിക് പ്രിൻസിപ്പിളിന് ഉപയോഗിക്കുന്നതിനാണ് നമുക്ക് ടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട സ്റ്റീമിന് പവറുണ്ട്, വെള്ളം തിളപ്പിച്ചാൽ അതിന് ഒരു ശക്തി, ആവിക്ക് ശക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയതിന് നമുക്ക് ഒരു ബോയിലർ ഉപയോഗിച്ച്, ഇതവിടെ സ്റ്റീം ബോയിലർ ചിത്രത്തിൽ കാണാം, ഈ സ്റ്റീം ബോയിലർ ഉപയോഗിച്ച് ആവി യന്ത്രങ്ങളും അതുപയോഗിച്ച് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്കെന്തായി, ആ സയൻറ്റിഫിക് പ്രിൻസിപ്പിളിനെ നമ്മളിവിടെ ഉപയോഗപ്പെടുത്തി. അങ്ങനെ അതിനാണ് നമുക്ക് ടെക്നോളജി എന്ന് പറയുന്നത്. ഈ സയൻറ്റിഫിക് പ്രിൻസിപ്പിളിൻ്റെ എന്ത് ചെയ്യാണ്, ഒരു ഔട്ട്കമാണ്. അപ്ലൈയിങ് ടെക്നോളജി ഈസ് അപ്ലൈയിങ് ഓഫ് ഔട്ട്കം ഓഫ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ്. നീരാവിയുടെ ഊർജം അല്ലെങ്കിൽ അതിൻ്റെ ആ പവർ ഉണ്ട് എന്നുള്ള ആ പവറിനെ ഇവിടെ എന്താക്കി മാറ്റി, ഇപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ബോയിലറെല്ലാം സംവിധാനിച്ച് ഒരു ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റീം എടുത്ത് നമ്മൾ ഒരു ടർബൈന് കറക്കുമ്പോൾ അതെന്തായി, ഇതിനെ, ഈ ഒരു അറിവിനെ നമുക്ക് ഉപയോഗപ്പെടുത്തലാണ്. അങ്ങനെ മനുഷ്യൻ്റെ അധ്വാനങ്ങളെയും മനുഷ്യനുണ്ടാക്കിയുള്ള ഉപകരണങ്ങളെയും പുതിയ രീതി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, മാറ്റിമറിക്കുക എന്നുള്ളതാണ് നമ്മൾ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവല്യൂഷനിലതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കാരണം ഓരോരുത്തരും കണ്ടെത്തിയതിൽ കുറേ എനർജി വേസ്റ്റും മറ്റു കാര്യങ്ങളുള്ളതിനെല്ലാം മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഒരു പുതിയ എഞ്ചിനിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ കുറ്റമറ്റ രീതിയിലേക്ക് കൊണ്ട് ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ പോയി. നമ്മൾ ഏറ്റവും പഴയ കാറിൽ നിന്ന് ഏറ്റവും പുതിയ മോഡേൺ കാർ വരെയുള്ള ഒരു എവല്യൂഷൻ നമ്മൾ കണ്ടതാണ്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇത്, ടെക്നോളജി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ പഴയ ഒരു കാര്യത്തെ നമ്മൾ വീണ്ടും ഈ പുതിയ തത്വങ്ങൾ നമ്മൾ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ നമ്മൾ കിട്ടുമ്പോൾ ആ പ്രിൻസിപ്പിൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നു. ആ അപ്ലൈയിങ് ആണ് ശരിക്കും അതിൻ്റെ ടെക്നോളജി. അങ്ങനെ നമ്മളെ മനുഷ്യന് ഉപകാരപ്രദമായ പുതിയ കാര്യങ്ങളിൽ നമുക്ക് ഈ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് ആണ് സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്താണ് എൻജിനീയറിംഗ് നോക്കാം. അപ്പോൾ സയൻസുമായി ടെക്നോളജിയായി. എൻജിനീയറിംഗ് ഈസ് ആർട്ട് ഓഫ് യൂസിങ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ടു ക്രിയേറ്റ് ന്യൂ ടെക്നോളജീസ്. Also, engineering provides feedback to technology to innovate, improve better ways of doing systematic design and manufacture of end product. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു ഒരു ബോയിലർ ഉണ്ടാക്കി. അപ്പോൾ ആ ബോയിലറുകൾക്ക് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം കുറ്റമറ്റ രീതിയിലായിരിക്കില്ല. അപ്പം പുതിയ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസൊക്കെ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ട് അതിനൊന്നുകൂടി പരിഷ്കരിക്കുന്ന നല്ലൊരു ആർട്ട്, ഒരു കലയാണ്. നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് അതിനൊരു ഡിസൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരു ചിത്രകാരൻ്റെ
ഭാവന ഉപയോഗിക്കുകയാണെങ്കിലും അതിന് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന് ഒരു എൻജിനീയറിംഗ് എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു നല്ലൊരു ബോയിലറാണ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി നോക്കും, ഏറ്റവും നല്ല കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്യും, ഡ്യൂറബിലിറ്റി നോക്കും, എന്തുമാതിരി ഇൻസുലേഷനായി നമുക്ക് ഹീറ്റ് നഷ്ടപ്പെടാതെ ഏതെല്ലാം തരത്തിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ അതിന് സേവ് ചെയ്യും. അങ്ങനെ ആ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് എല്ലാം കൊടുത്തുകൊണ്ട് അതിനെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പ്രൊഡക്റ്റായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ്. പുതിയ ടെക്നോളജി ഉണ്ടാക്കാനുള്ള, അതായത് ഇപ്പോൾ നമുക്ക് സ്റ്റീം ഉണ്ടാക്കാനുള്ള ഒരു ബോയിലർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ആർട്ടാണ് യൂസിങ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ്. അവിടെ എന്തൊക്കെയാണ് നമ്മൾ ശാസ്ത്രീയ തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ചെയ്യുന്നത്. വെറുതെ കാണാൻ ഭംഗിയുള്ള ഒരു സാധനം ഉണ്ടാക്കുക എന്നുള്ളതല്ല. അവിടെ എഫിഷ്യൻസി വേണം, നമ്മൾ കോസ്റ്റ് ഇഫക്റ്റീവ് ആവണം, നമുക്കവിടെ പിന്നെ മിനിമം മെറ്റീരിയൽ യൂസ് ചെയ്യണം, ഔട്ട്പുട്ട് വർദ്ധിക്കണം. ഇത്തരത്തിലുള്ള നിലവിലുള്ളതിനെ നമ്മൾ ഇന്നോവേറ്റ് ചെയ്യുന്നു, അതിനെ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇപ്പം നമ്മളൊരു പാലുണ്ടാക്കി, ആ പാലുണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അതിനെ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഇമ്പ്രൂവ് ചെയ്ത് കുറച്ചുകൂടി നല്ല കൂടുതൽ വിസ്താരമുള്ളതും കുറഞ്ഞ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കുറഞ്ഞ കോസ്റ്റിൽ നല്ല ഒരു ഇഫക്റ്റീവായിട്ടൊരു പാലുണ്ടാക്കുമ്പോൾ അതവിടെ എൻജിനീയറിംഗ് ആണ്. നമ്മൾ എൻജിനീയറിംഗ് പ്രിൻസിപ്പിൾസ്, അതിൻ്റെ തത്വങ്ങളും അതിനോട് അവിടെ അപ്ലൈ ചെയ്യുന്ന ലോഡ്, ഏതൊക്കെ തരത്തിലുള്ള ലോഡ് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പണ്ട് നമ്മൾ അത്തരം ലോഡോ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെയായിരുന്നു ചെയ്യുന്നത്. അതിന് ടെസ്റ്റിൻ്റെയും ഓരോ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇത്ര വർഷത്തേക്കുള്ള ഒരു പാലം ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് അവിടെ എൻജിനീയറിംഗ് ആണ്. അപ്പോൾ അതാണ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. അത് പുതിയ ടെക്നോളജികൾക്ക് വേണ്ടിയിട്ടുള്ള ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്ന ഒരു ആർട്ടാണ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ, ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ ഒരു ഉപകരണം ഉണ്ടെങ്കിൽ അതിന് തന്നെ ഒന്ന് ഇന്നോവേറ്റ് ചെയ്യണമെങ്കിൽ, അതിനൊന്ന് മോഡിഫൈ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് അവിടെ എൻജിനീയറിംഗ് ആവശ്യമായത്. ഏതൊരു വസ്തുവിൽ, ഇപ്പോൾ ഒരു വീടാണെങ്കിൽ അതിനൊന്നുകൂടി പുതുക്കി പണിയണമെങ്കിൽ ഒന്നുകൂടി മോഡിഫൈ ചെയ്യണം, ഇന്ന സൗകര്യങ്ങൾ വേണം. അപ്പോൾ നമുക്ക് അവിടെ എൻജിനീയറിംഗിൽ പല കാര്യങ്ങളും നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോഴേ അവിടെ നല്ലൊരു എൻഡ് പ്രൊഡക്റ്റ്, നല്ലൊരു വീട് അല്ലെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി അടുത്തത് നമുക്ക് എവല്യൂഷൻ ഓഫ് എൻജിനീയറിങ്ങിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഇതിപ്പോൾ വരുന്നത്. എവല്യൂഷൻ ഓഫ് എൻജിനീയറിംഗ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. മനുഷ്യനുണ്ടായ കാലം മുതൽ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ അന്നെല്ലാം പലപ്പോഴും അന്നത്തെ പുള്ളി, വീല്, ലിവർ ഇത്തരം സാധനങ്ങളെല്ലാം അവർ യൂസ് ചെയ്ത് അന്നത്തെ ഒരു എൻജിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ വാക്ക് ഉണ്ടായി വന്നിട്ടുള്ളത്? എൻജിനീയറിംഗ്. അപ്പോൾ ഇഞ്ചേനിയം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡ്, ഇഞ്ചേനിയം, അതിൻ്റെ വേർഡ് എന്ന് പറഞ്ഞാൽ ഇന്നേറ്റ് ക്വാളിറ്റി, ഒരു ക്ലവർ ഇൻവെൻഷൻ, ഒരു പുതിയ ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ നല്ലതായിട്ട് കണ്ടുപിടുത്തക്കാരൻ എന്നെല്ലാം അർത്ഥം വരുന്ന ഒരു രീതിയിലുള്ള ഒരു വാക്കാണ് ഇഞ്ചേനിയം. അത് മെൻ്റൽ പവർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്ലവർ ഇൻവെൻഷൻ, പുതിയ കണ്ടുപിടുത്തക്കാരനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻജിനീയർ ആണെങ്കിൽ നിങ്ങളൊക്കെ ഒരു നല്ല പുതിയ കണ്ടുപിടിക്കുന്ന ആളായിരിക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഈ പണ്ടത്തെ കാലം മുതൽ 10,000-10,000 വർഷങ്ങളൊക്കെ നമ്മൾ പിന്നോട്ടെടുക്കുകയാണെങ്കിൽ മനുഷ്യൻ അത് പല കാര്യങ്ങളും നമ്മൾ പുതിയ വീല്, ലിവർ ഇതെല്ലാം നമ്മൾ കണ്ടെത്തി ഓരോന്നോരോന്ന് ഇന്നോവേറ്റ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു 300 വർഷത്തെ സ്റ്റീം എഞ്ചിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, ഏറ്റവും പഴയ സ്റ്റീം എഞ്ചിൻ മുതൽ 300 വർഷം കൊണ്ടാണ് നമ്മൾ പുതിയ ഒരു മോഡേൺ കാറിലേക്ക് എത്തുന്നത്. ഇപ്പോൾ അടുത്തടുത്ത് വരുമ്പോഴും കഴിഞ്ഞ ലാസ്റ്റ് കുറച്ച് വർഷങ്ങൾ എടുക്കുമ്പോൾ വളരെ മാറ്റങ്ങൾ അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ കണ്ടുപിടുത്തക്കാരനെയാണ് നമ്മൾ ഒരു എൻജിനീയർ എന്ന് പറഞ്ഞൊരു പദം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത്. അപ്പോൾ ഇന്നേറ്റ് ക്വാളിറ്റി, അപ്പം ഒരു എസ്പെഷ്യലി മെൻ്റൽ പവർ, ഹെൻസ് എ ക്ലവർ ഇൻ, നമ്മൾ ഈ മെൻ്റൽ പവർ ഉപയോഗിച്ച് നമ്മൾ പുതിയത് നമ്മൾ കണ്ടുപിടിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ടെക്നിക്കൽ സ്കൂളിലെ കുട്ടികളെല്ലാവരും പ്രത്യേകിച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അതൊരു മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ പ്രവർത്തിക്കണം, അത്തരം കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണ് നിങ്ങളെല്ലാവരും.
അപ്പോൾ നമ്മളൊക്കെ എൻജിനീയർമാരാണ്, നമ്മൾ ബുദ്ധിമാന്മാരായ കണ്ടുപിടുത്തക്കാരാണ്. അപ്പോൾ അതാണ് എൻജിനീയറിംഗ് ആ പദത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. അപ്പോൾ ഇതൊരു ഇന്നത്തെ കാലത്ത് നിന്നപ്പോൾ നമുക്ക് സാനിറ്റൈസർ സ്പ്രേ ചേമ്പറാണിത്. അപ്പോൾ ഡോക്ടർ പറയുന്നു അല്ലെ കോവിഡ് വരാതിരിക്കുകയാണെങ്കിൽ നമ്മളെ കൈകളും നമ്മുടെ മുഖമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സോപ്പിട്ട് കഴുകണം, അതേപോലെ സാനിറ്റൈസർ യൂസ് ചെയ്യണം എന്ന് പറയുന്ന ഡോക്ടർക്ക് അതേ പറയാൻ പറ്റുള്ളൂ. നമ്മളെ തൊലിയിൽ അണുക്കളെ കൊല്ലാൻ വേണ്ടി അത് പുരട്ടണമെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ എൻജിനീയർ എന്ത് ചെയ്യുന്നു, ഒരു ബാങ്കിലോ കൂടുതൽ ആളുകൾ കയറി പോകുന്ന സ്ഥലത്തോ ഒക്കെ ഇത് ഇഫക്റ്റീവായിട്ട് എങ്ങനെ മനുഷ്യന് ഉപയോഗപ്പെടുത്താം, സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും എത്തും, അപ്പോൾ അവിടുന്ന് കടന്നു പോകുന്ന ആളുകൾ കോവിഡ് ഉണ്ടെങ്കിൽ ചത്തു. അപ്പോൾ അത്തരത്തിലൊരു എൻജിനീയർ ഡിസൈൻ ചെയ്യുകയാണ്. അപ്പം അങ്ങനെ ഒരാളിങ്ങനെ ചിന്തിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ എന്തുണ്ട്, അയാളൊരു എൻജിനീയറിംഗ് മൈൻഡ് അയാളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അവിടെ സ്പ്രേ അവിടെ അയാൾ പോകുന്ന സമയത്ത് എത്തുന്നു. കുറേ ആളുകൾ പോകുന്ന ഒരു സ്ഥലത്താണെങ്കിൽ അത്തരം ആവശ്യമുള്ള ഘട്ടങ്ങളിലാണ് അവിടെ ബ്രേക്ക് ദ ചെയിൻ പരിപാടി നമുക്ക് ഇഫക്റ്റീവായി നടപ്പിലാക്കാനുള്ള ഒരാളുടെ ചിന്ത, ഒരു എൻജിനീയറിംഗ് ചിന്തയാണ്. ഇതിപ്പോൾ സൈഡിലെല്ലാം നോസിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു ചേമ്പറിൽ കൂടെ കടത്തി വിടുന്നു. അപ്പോൾ ഞാൻ ചുരുക്കി പറയുന്നത് ഇതൊരു എൻജിനീയറിംഗ് മൈൻഡാണിത്. എന്താണ്, നമുക്ക് ഇത്തരം ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഒരു എൻജിനീയറിംഗ് മൈൻഡ് അവിടെ ഉദയം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങളാണത്. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു എൻജിനീയറിംഗ് മൈൻഡ്. എന്താണ് എൻജിനീയറിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഒരു പുതിയൊരു സംഭവം, നമ്മളൊരു കാര്യം വരുമ്പോൾ അതിനൊരു ഇന്നോവേറ്റീവായിട്ട് ഒരു ഡിസൈൻ ചെയ്യുക, അത്തരം ഒരു ആർട്ടിനാണ് നമ്മൾ. വളരെ ചെറിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഇത്. നമ്മൾ എൻജിൻ ഡിസൈൻ ചെയ്യുന്നു, പലതരം എൻജിൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പുതിയ ഡിസൈൻ ചെയ്യുന്നു, പുതിയ മൊബൈൽ ഡിസൈൻ ചെയ്യുന്നു, ഇതിൻ്റെ തിക്നെസ് കുറയ്ക്കാൻ ഡിസൈൻ ചെയ്യുന്നു, അങ്ങനെ പല ഡിസൈനുകൾ. അതൊക്കെ എൻജിനീയർമാർ തന്നെ, പലതരത്തിലുള്ള എൻജിനീയർമാരാണ്. ഇതും ചെറിയൊരു നിങ്ങൾക്ക് ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണക്കാരൻ ഒരാളാണ് ഒരു ഇത് ചിന്തിക്കുന്നെങ്കിൽ അയാൾ എന്താണ്, ഒരു എൻജിനീയറിംഗ് മൈൻഡ്, അയാൾക്ക് ഒരു എൻജിനീയറിംഗ് ബുദ്ധിയുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമുക്ക് ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. The evolution of engineering can be historically classified into 4 eras. First one is pre-scientific revolution. This is mainly before the scientific revolution. So many scientific inventions are happened. Before that, around 2000 years before, that is the pre-scientific revolution. Second one is industrial revolution. This is only about 300 years before. We discussed in the previous class also. That is the evolution of engineering. That is the beginning of our steam engine. In 17th or 16th century, mainly about the 16th century to 18th century. That is the industrial revolution. We will discuss it in detail. Third one is the second industrial revolution. That is the following the industrial revolution, the electricity we find out. Then after that production of mass production, industries have developed more, the vehicle production, like that. After the electricity emerging, after that. The last one is the information revolution. That is the electronic developments. The electronic developments and that followed by the information technology also. In all the sector, this affected the automation of the automobiles, and everything will be automated by the electronics developments. The microprocessor, computer, mobiles, etc. These are the developments under the information revolution. So we can check each and every one in detail. First one is the pre-scientific revolution. I told you this is the mainly in the history of the prehistory of modern engineering.
that is around 2000 years before. Mainly that is we notable a person is Archimedes, ancient Greek mathematician. You heard about this person. This is the screw pump. You heard about the Archimedes lever, Archimedes principle. അപ്പോൾ 2000 വർഷം മുമ്പുള്ള ഒരു ഈറയായിട്ടാണ് പ്രീ സയൻറ്റിഫിക് റെവല്യൂഷനെ കാണുന്നത്. നമ്മുടെ 1700-കൾ വരെ 1600-കൾ 700-കൾ വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ പ്രീ സയൻറ്റിഫിക് റെവല്യൂഷൻ എന്ന് പറയുന്നത്. കാരണം സയൻറ്റിഫിക് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്രീ സയൻറ്റിഫിക് റെവല്യൂഷൻ ഓരോ വ്യക്തികൾ അവരുടേതായ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണത്. പിന്നീടാണ് 1700-കൾക്ക് ശേഷമാണ് എല്ലാ ശാസ്ത്രീയ പിൻബലം, പരീക്ഷണ നിരീക്ഷണങ്ങളും അത്തരത്തിലൊരു പിൻബലം ഒരു സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസിന് അപ്ലൈ ചെയ്യുന്ന ഒരു ഘട്ടം വന്നത്. ആർക്കിമിഡീസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും അറിയാം. യുറീക്ക അറിഞ്ഞ് ഓടിയ കഥ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അയാളെ ബോയൻ്റ് ഫോഴ്സ് നിങ്ങൾക്ക് 9th ക്ലാസ്സിൽ ചിലപ്പം പഠിക്കാനുണ്ടാവും. ഒരു ഫ്ലോട്ടിംഗ് ബോഡീസ് ആദേശം ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ്, അതിൻ്റെ ആദേശം ചെയ്യുന്ന വെള്ളത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ബോയൻ്റ് ഫോഴ്സിന് ഈക്വലൻ്റ് ആണെന്നുള്ള ഒരു വളരെ വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു അത്. അദ്ദേഹം ഒരു കൊട്ടാരത്തിലെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ആളായിരുന്നു. രാജാവിൻ്റെ അടുത്ത് ഉപദേശകനായിട്ട് നിന്ന ഒരാളായിരുന്നു ആർക്കിമിഡീസ്. അപ്പോൾ അന്നത്തെ ഘട്ടത്തിൽ ഒരു കിരീടം ശുദ്ധമായ സ്വർണ്ണമാണോ എന്ന് തിരിച്ചറിയാൻ അദ്ദേഹം ഏൽപ്പിച്ച കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കുറേ കാലം അയാൾ ചിന്തയിൽ മുഴുകി അങ്ങനെ അവസാനമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ഈ ഇമേഴ്സിങ് ടെക്നിക്ക് അദ്ദേഹം അപ്ലൈ ചെയ്യുന്നതും ഇത് കണ്ടെത്തുന്നു. അങ്ങനെ യുറീക്ക അദ്ദേഹം ആ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാലഘട്ടമാണ്. അതായത് ഫ്ലോട്ടിംഗ് ബോഡീസിൽ ഇപ്പോഴും നമ്മൾ കപ്പലുകളുടെ നിർമ്മാണത്തിലും കപ്പലുകളുടെ ഭാരം അത് അപ്ലൈ ചെയ്യുന്ന അടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇതെല്ലാം കാര്യങ്ങൾ ഫ്ലോട്ടിംഗ് ബോഡീസൊക്കെ ഒരുപാട് നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ബേസിക് തന്നെ അന്ന് തന്നെ ആർക്കിമിഡീസ് ഏകദേശം ഒരു 2000 വർഷം BC-യിലാണ് അദ്ദേഹം ആ ഒരു തത്വം നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലിവർ, അതുപോലെ ഏരിയ ഓഫ് സർഫസ് പല രൂപങ്ങളുടെയും ഇപ്പോൾ പിരമിഡിൻ്റെയൊക്കെ സർഫസ് ഏരിയ എങ്ങനെ കണക്കാക്കുക എന്നുള്ള പല തത്വങ്ങളും അത് കണ്ടുപിടിച്ചൊക്കെ ശരിക്കും ആർക്കിമിഡീസിന്, അദ്ദേഹം മാത്തമാറ്റീഷ്യനായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അയാൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ ലിവർ അദ്ദേഹം പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട്. ആർക്കിമിഡീസ് ലിവർ നമ്മളിപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഭൂമിക്ക് പുറത്ത് ഒരു സ്ഥലം നിങ്ങൾ തന്നാൽ ഞാൻ ഭൂമിയെ മറിച്ചിടാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കാരണം ലിവറിന് അത്രയും പ്രാധാന്യം, അത്രയും നമുക്ക് ഒരു എഫിഷ്യൻസി, എഫേർട്ടിന് നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സിന് കിട്ടുന്ന എഫേർട്ട് എന്ന് പറയുന്നത്, റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണെന്നുള്ള ഒരു തത്വം അദ്ദേഹം നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം അത് നമ്മളിപ്പോഴും അത് പ്രയോഗിക്കുന്നുണ്ട്. അത് ലിവർ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ സ്ക്രൂ പമ്പ് ഇപ്പോഴും പല പ്ലാന്റുകളിലും ഇത് ഈ കുറഞ്ഞ ഹെഡിൽ നമുക്ക് വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അന്നത് കൈകൊണ്ടായും തിരിച്ചെങ്കിൽ ഇപ്പോൾ അത് മോട്ടറാക്കിയെന്ന് മാത്രം. ഇതാണ് സ്ക്രൂ പമ്പ്. ആ സ്ക്രൂ പ്രിൻസിപ്പിൾ വഴിയിൽ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് വരുന്നത് പ്രീ സയൻറ്റിഫിക് റെവല്യൂഷനിൽ പ്രധാനമായിട്ട് വരുന്നത് ലിയാർണോ ദാവിഞ്ചിയുടെ കാലത്താണ്. ലിയോനാർഡോൻ്റെ കാലത്ത് പ്രധാനമായിട്ടും ഏകദേശം നമുക്ക് 1500-കൾ ഏകദേശം BC-ക്ക് തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ വരുന്നത്. ശരിക്കും ഈ പുതിയ സയൻറ്റിഫിക് റെവല്യൂഷനിലേക്ക് പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട സംഭാവന ഇയാളുടേതാണ് പിന്നെ മാറ്റം വരുന്നത്. ഇയാൾ പലതും പ്രസ്താവിച്ചില്ല, ലിയോനാർഡോ പലതും പ്രസ്താവിച്ചെങ്കിലും പക്ഷേ പലതും കാര്യങ്ങൾക്ക് പിന്നെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ന്യൂട്ടനൊക്കെ വെയിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പ്രസ്താവനയിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യുന്നു. അതേപോലെ പല മെഷീൻ്റെയും പ്രവർത്തനങ്ങളിൽ പലതും മുഴുകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു എഞ്ചിനീയർ കൂടിയായിരുന്നു. ലിയോനാർഡോനെ പലരും നല്ലൊരു പെയിൻറ്ററായിട്ടാണ് കാണുന്നത്. ഒരുപാട് പെയിൻറ്റിങ്ങുകളൊക്കെ എപ്പോഴും പ്രശസ്തമായ പല പെയിൻറ്റിങ്ങുകളും അദ്ദേഹത്തിൻ്റെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു എഞ്ചിനീയർ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് മെഷീൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകവും
പ്രശസ്തമാണ്. അതുപോലെ മിൽ ഡിസൈനറായിരുന്നു. വിൻഡ്, വാട്ടർ എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട പല ഒരു മില്ല് ഡിസൈൻ ചെയ്യും. അത് കറക്കത്തിൽ നിന്ന്, വിൻഡിൻ്റെ കറക്കത്തിൽ നിന്ന്, വാട്ടറിൻ്റെ പിന്നെ ഒഴുക്കിൽ നിന്നെല്ലാം യന്ത്രങ്ങൾ അല്ലെങ്കിൽ ആ ഫോഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മില്ലുണ്ടാക്കി. ആ മില്ലിന് ആ മെക്കാനിക്കൽ പവറിനെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ആ കാലത്ത് ഒരു വ്യാപകമായിട്ട് അദ്ദേഹം അത്തരം ഒരു ഡിസൈനറായിട്ട് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ കനാൽ ഗേറ്റ്, അതേപോലെ അത്തരം ഗേറ്റുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നു. അങ്ങനെ ഒരു നല്ലൊരു ഡിസൈനറായിരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു, എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിസൈനറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മില്ലുകളുടെ പല ഫോട്ടോയും, അദ്ദേഹം വെള്ളത്തിൻ്റെ പമ്പ് ചെയ്യുന്ന പല മെഷീൻസും ഒക്കെ അതിൻ്റെ ഓരോ ഫോട്ടോസാണ് കാണുന്നത്. കാരണം ഒരുപാട് വർഷം മുമ്പെയാണ്, ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് പ്രീ സയൻറ്റിഫിക് റെവല്യൂഷൻ. യഥാർത്ഥ സയൻറ്റിഫിക് അപ്രോച്ചിലേക്ക് പല ഈ ഇൻവെൻഷൻസ് ഒന്നും വരാത്ത ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ പ്രീ സയൻറ്റിഫിക് റെവല്യൂഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ആർക്കിമിഡീസിൻ്റെയും ലിയോണാർഡോ ദാവിഞ്ചിയുടെയും കാലത്തെയാണ് നമ്മൾ ഈ ഒരു പ്രീ സയൻറ്റിഫിക് റെവല്യൂഷനായിട്ട് നമ്മൾ കാണുന്നത്. വളരെ പുരാതന മാസ്റ്റർ ബിൽഡേഴ്സ് ആയിരുന്നു ഇവർ. അന്നത്തെ എഞ്ചിനീയർമാരായിരുന്നു ഈ രണ്ടാൾക്കാരും. നമുക്ക് അങ്ങനെ ഇവരെ കാണാം. രണ്ടാമത്തേത് വരുന്നത് നമുക്ക് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ്. ഇറ്റ് ഈസ് ഫ്രം ദി 18th century through early 19th century. Civil and mechanical engineers changed from practical artists and craftsmen to scientific professionals. അപ്പോൾ അതിൽ പ്രാക്ടിക്കൽ ആർട്ടിസ്റ്റുകളും ക്രാഫ്റ്റ്മാൻമാരും നിന്ന് സയൻറ്റിഫിക് പ്രൊഫഷനിലേക്ക് മാറിയ ഒരു കാലഘട്ടമാണത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ സ്റ്റീം എഞ്ചിൻ്റെ കഥ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാനത് ഡീറ്റെയിൽഡായിട്ട് പറയാൻ കാരണം, അത് അന്നത്തെ ഏറ്റവും ഏറിയ സവേരിയുടെ എഞ്ചിനും ന്യൂകോമൻ്റെ എഞ്ചിനൊക്കെ നമുക്ക് തരുന്ന അവരൊരു പ്രാക്ടിക്കലായിട്ടുള്ള ആർട്ടിസ്റ്റുകളും ക്രാഫ്റ്റ്സ്മാൻമാരായിരുന്നു. അവർ ഇരുമ്പ് പണിക്കാരായിരുന്നു. അതിൽ നിന്ന് ഒരു സയൻറ്റിഫിക് പ്രൊഫഷനിലേക്ക്, ഇപ്പം ജെയിംസ് വാട്ടൊക്കെ പിന്നെ കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് വന്ന ആളാണ്. അതിന് മുമ്പുണ്ടായിരുന്ന കൽക്കരി ഖനികളിലും അതുപോലെ ഇരുമ്പുരുക്ക് ശാലകളിലും അവിടെ മറ്റ് പല വ്യവസായശാലകളിലും ഉണ്ടായിരുന്നത് ക്രാഫ്റ്റ്മാൻമാരായിരുന്നു. പണിയെടുക്കുന്ന തൊഴിലാളികളാണ് പലതും കണ്ടുപിടിക്കുന്നതും പലതും ചെയ്യുന്നതും. അവിടെ ഒരു സയൻറ്റിഫിക് എഞ്ചിനീയറിങ്, സയൻസോ എഞ്ചിനീയറിങ്ങോ ടെക്നോളജിയോ ഒന്നും അത്ര ഇന്നത്തെ രീതിയിൽ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരു സയൻറ്റിഫിക് പ്രൊഫഷണൽസിലേക്ക് മാറുന്ന ഒരു ഘട്ടമാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ആദ്യം നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ കോൾ ഇൻഡസ്ട്രികൾ വരുന്നത്, അയൺ ഇൻഡസ്ട്രി, റെയിൽ റോഡ്, ടെക്സ്റ്റൈൽസ് രംഗത്തെല്ലാം ഒരുപാട് ഡെവലപ്മെൻറ്റ് വരുന്ന ഏർലിയർ സ്റ്റേജാണ്. 18ാം നൂറ്റാണ്ടും 19ാം നൂറ്റാണ്ടിൻ്റെ ഒരു ആദ്യ ഘട്ടത്തെയാണ് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അതിൻ്റെ തന്നെ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ, മൂന്നാമതായിട്ട് നമുക്ക് ഈ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ആദ്യത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ രണ്ടാമത്തെ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, രണ്ടാം വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഡെവലപ്മെൻറ്റാണ്. ഇലക്ട്രിക്കൽ, കെമിക്കൽ ആൻഡ് അതർ സയൻറ്റിഫിക് ബേസ്ഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഡെവലപ്ഡ് ബൈ ദി ഇലക്ട്രിസിറ്റി, ടെലികമ്മ്യൂണിക്കേഷൻ, കാർസ്, എയർപ്ലെയിൻസ് ആൻഡ് മാസ് പ്രൊഡക്ഷൻ. ഇപ്പോൾ ബസ്, നമ്മൾ അന്ന് ഈ വാഹനങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചെങ്കിലും ആ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സ്റ്റേജിലായിരുന്നില്ല. പിന്നീടാണ് അതൊരു മാസ് പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് എത്തിയത്. ഇന്ത്യയിലൊക്കെ 1920കളിലൊക്കെ വ്യവസായശാലകൾ, കാറുണ്ടാക്കുന്ന ഫാക്ടറികളൊക്കെ സ്ഥാപിച്ചു. അതായത് രണ്ടാം ലോക മഹായുദ്ധം വരെയുള്ള, ബിഫോർ സെക്കൻഡ് വേൾഡ് വാർ, ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. 10ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷം പിന്നീട് സെക്കൻഡ് വേൾഡ് വാർ വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അപ്പോഴാണ് വ്യാവസായിക ഡെവലപ്മെൻറ്റ് വളരെയധികം മാറ്റമുണ്ട്. മാസ് പ്രൊഡക്ഷൻ, കാറുകൾ, മറ്റ് എല്ലാ പ്രൊഡക്റ്റുകളും വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞത്. ഇതിൽ പ്രധാനമായിട്ടും പങ്കുവഹിച്ച ഒന്ന് ഇലക്ട്രിസിറ്റിയാണ്, പിന്നെ ഒന്ന് പെട്രോളിയമാണ്, പിന്നെ ഒന്ന് സ്റ്റീലാണ്. ഇങ്ങനെ ഈ ഇൻഡസ്ട്രികളുടെ ഒരു ഡെവലപ്മെൻറ്റ്സ് ആയിരുന്നു. പ്രധാനമായിട്ടും 1ാം ലോക യുദ്ധത്തിലും 2ാം ലോക യുദ്ധത്തിലെല്ലാം ഇത്തരത്തിലുള്ള ഈ ഡെവലപ്മെൻറ്റ്സ് നന്നായിട്ട് പങ്കുവഹിച്ചിട്ടുണ്ട്. യുദ്ധസാമഗ്രികളെല്ലാം ഉണ്ടാക്കുന്നതിനും യുദ്ധോപകരണങ്ങളുടെ നിർമ്മാണത്തിന് വളരെയധികം ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്.
അതിൽ പിന്നെ പ്രധാനപ്പെട്ട എടുത്ത് പറയേണ്ട ഒന്നാണ് മാർക്കോണിയുടെ റേഡിയോ. ഫസ്റ്റ് ഒരു റേഡിയോ വേവ്സുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രോണിക്സിലുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ്. പിന്നെ ഓട്ടോമൊബൈൽസ്, എയറോപ്ലെയിനുകൾ, അതിൻ്റെയൊക്കെ എല്ലാം ഓട്ടോമൊബൈൽസിൻ്റെ ഒക്കെ വ്യാപകമായ നിർമ്മാണവും എയർപ്ലെയിൻസുകളുടെ എല്ലാം നിർമ്മാണം, ഇങ്ങനെ ഒരു സ്റ്റേജാണ് നമുക്ക് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനായുള്ള സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് നാലാമത്തെ IT രംഗത്തുള്ള ഇൻഫർമേഷൻ റവല്യൂഷൻ എന്താണെന്ന് നോക്കാം. ആസ് എഞ്ചിനീയറിംഗ് സയൻസ് matured after the war, a maturity of the engineering science after the war, microelectronics, computer, telecommunication jointly produce information technology. Developments in molecular genetic biology combined with engineering has led to the relatively new field of biotechnology. അപ്പോൾ നമുക്ക് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ഇൻഫർമേഷൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, ടെലികമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഈ മറ്റ് വ്യവസായശാലകളെയും മറ്റ് ഡെവലപ്മെൻറ്റ്സിനെയും കുറച്ചുകൂടി കൂടുതലായിട്ട് സഹായിച്ചു. അപ്പോൾ മോളിക്കുലാർ ആൻഡ് ജനറ്റിക് ബയോളജിക്കൽ രംഗത്തും നമ്മുടെ ചികിത്സാ രംഗത്തും ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ ആ രംഗത്തുള്ള എല്ലാം, കാർഷിക രംഗത്തുണ്ടായ മാറ്റം, ഇതെല്ലാം നമുക്ക് ഓട്ടോമേഷൻ നടത്തി പല വ്യവസായശാലകളും ഓട്ടോമാറ്റിക് സംവിധാനത്തിലേക്ക്, ഇലക്ട്രോണിക്സിൻ്റെ ഒരു ആവിർഭാവം വളരെയധികം ഉണ്ടായ ഒരു കാലഘട്ടമാണത്. ആ കമ്പ്യൂട്ടറുകൾ, നമ്മളെയൊക്കെ ഏർലി സ്റ്റേജിലൊക്കെ ഉള്ള കമ്പ്യൂട്ടറുകൾ, ആ ഒരു ഡെവലപ്മെൻറ്റ്സ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രധാനമായിട്ടും കമ്പ്യൂട്ടറുകളുടെ ആവിർഭാവമാണ്. ഇന്ന് നമ്മൾക്ക് എത്തിയിട്ടുള്ള മൊബൈൽ ഒരു മിനി കമ്പ്യൂട്ടർ രീതിയിൽ ഇന്ന് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിലും പ്രോസസ്സറും എല്ലാം ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും ചെറിയ രൂപത്തിലായി മാറിക്കഴിഞ്ഞു. ഇങ്ങനെ ഉണ്ടായിരുന്ന എല്ലാ രംഗത്തും ഉണ്ടായുള്ള IT, ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ടായുള്ള മാറ്റം, ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ്സാണ് IT നയിക്കുന്നത്. ഈ ഒരു മാറ്റമാണ് ഈ രംഗത്ത് വളരെയധികം സഹായിച്ചിട്ടുള്ളത്. അപ്പം ലാസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഇൻഫർമേഷൻ റവല്യൂഷനാണ്. അത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഈ ഒരു ഇൻഫർമേഷനാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ വരുന്നത്. ഇത് പഴയ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറച്ചുകൂടി നല്ല സ്പീഡപ്പ് ചെയ്യാനും നമ്മളിപ്പോഴത്തെ സാമ്പത്തിക രംഗത്തുണ്ടായ കുതിച്ചുചാട്ടത്തിനും വളരെ ഉൽപ്പാദന രംഗത്തും എല്ലാം വളരെയധികം, അതേപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെല്ലാം വളരെയധികം മാറ്റങ്ങൾക്ക് വരുത്താൻ ഇതെല്ലാം പറ്റിയിട്ടുള്ള ഒരു ഈറയാണ് ഈ ലാസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഇൻഫർമേഷൻ റവല്യൂഷൻ, അതായത് IT രംഗത്തുള്ള. ഇതാണ് നമ്മളെ എവല്യൂഷൻ ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ അധ്യായം നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിൽ എഞ്ചിനീയറിംഗ് എവല്യൂഷനും അതുപോലെ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ അധ്യായത്തിൽ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് എന്നീ ഭാഗങ്ങളും പിന്നെ എവല്യൂഷൻ ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു ചെറിയ ഹോംവർക്കായിട്ട് നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ പഠിച്ച ഈ എവല്യൂഷൻ ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷനിലെ 4 ഘട്ടങ്ങളാണ്. ഇപ്പോൾ പ്രീ സയൻറ്റിഫിക് റവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആൻഡ് ഇൻഫർമേഷൻ റവല്യൂഷൻ. ഈ 4 കാറ്റഗറിയിലെയും പ്രധാനപ്പെട്ട 5 ഇൻവെൻഷൻസ്, പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ, സംഭാവനകൾ എഴുതി. അങ്ങനെ 20 പ്രധാനപ്പെട്ട കണ്ടുപിടുത്ത സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെൻഷൻസ് നിങ്ങൾ എഴുതി ലിസ്റ്റ് ചെയ്യാം. ഓരോ കാറ്റഗറി എഴുതുക. ആദ്യമായിട്ടിപ്പോൾ നമ്മൾ പ്രീ സയൻറ്റിഫിക് റവല്യൂഷൻ ആണെങ്കിൽ പ്രീ സയൻറ്റിഫിക് റവല്യൂഷൻ എന്ന് ഹെഡിങ് എഴുതിയതിന് ശേഷം അതിൻ്റെ ഇടയിൽ 1 ഇപ്പം സ്ക്രൂ പമ്പ് എന്ന് എഴുതിയത് നമ്മുടെ ഈ ആദ്യകാലത്ത് ഉണ്ടായുള്ള ആയിക്കോട്ടെ. ഇപ്പോൾ രണ്ടാമത്തേൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജെയിംസ് വാട്ടിൻ്റെ സ്റ്റീം എൻജിൻ വേണമെങ്കിൽ കൊടുക്കാം. ലാസ്റ്റ് IT-യിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കാലഘട്ടത്തിലുള്ള ആ ഒരു ഈറയിൽ, ആ ഒരു കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ആ സയൻറ്റിഫിക് റവല്യൂഷൻ അല്ലെ ഇൻവെൻഷൻ, വിപ്ലവാത്മകമായ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട ഒരു 5 എണ്ണം
എഴുതുക. അങ്ങനെ 20 എണ്ണം ആയിട്ട് എഴുതുക. ഓരോ കാറ്റഗറിയിലും 5 എണ്ണം വീതം. അപ്പോൾ നമുക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ചരിത്രം എന്ന ഒരു പുസ്തകം, ഇത് ഡോക്ടർ ആർ.വി. ജി. മേനോൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അധിക വായനയ്ക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ശാസ്ത്ര സാങ്കേതിക രംഗം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള മലയാളത്തിൽ തന്നെ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പറ്റുന്നവർക്ക് ഇത് ഒരു അധിക വായനയ്ക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. താങ്ക് യു.